എല്ലാ പ്രേക്ഷകർക്കും സ്പിരിറ്റ് ഓഫ് കേരള 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം രാധാ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ ഓർമ്മയായ കാലം മുതൽ ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാല, ഈ പാലയും ഒരു കൽവിളക്കും മാത്രമായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. അതിലെല്ലാ ഞായറാഴ്ച പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ ഓരോരുത്തർ കൊണ്ടുവന്ന് എണ്ണയൊഴിച്ച് തിരിയിടുമായിരുന്നു. പണ്ടിവിടെ കലങ്കരി ഉണ്ടായിരുന്നു. അപ്പം കലങ്കരി ഉണ്ടായിരുന്നപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു കുളമുണ്ട്. ആ കുളം പ്രത്യേകം വെട്ടി വൃത്തിയാക്കി ആ കുളത്തിൽ ജലമെടുത്ത് കലംപൊങ്കാല നടത്തിയതായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ചെറിയ ഓർമ്മയിലും അത് നിൽക്കുന്നുണ്ട്. പിന്നീടുള്ള കാലത്ത് ഇവിടെ ഓരോരുത്തരും അവരവരുടെ ശക്തിക്കൊത്ത വഴിപാടനുസരിച്ച് വിളക്ക് കത്തിക്കുക, തിരിതെളിക്കുക, ഇങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് മുൻപ് കുറേ പ്രായമുള്ള ആൾക്കാർ ചേർന്ന് ഇത് ഏറ്റെടുത്ത് ഇതിന് പ്രത്യേകം വേലി കെട്ടുകയും അന്ന് മുതൽ ചെറിയ പരിപാടി, അതായത് അന്ന് ഇടക്കൊച്ച സലീംകുമാറിൻ്റെ കഥാപ്രസംഗവും മറ്റ് ചടങ്ങുകളുമൊക്കെ നടത്തിയ ഒരു ഉത്സവം നടത്തിയിരുന്നു. അങ്ങനെ ഈ ഓരോരുത്തർ ഓരോ വർഷം സംഘടിച്ചുകൊണ്ട് ഉത്സവം നടത്തി പോകുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇത് AKDS 54 നമ്പർ കരയോഗം ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും അവർ സ്ഥലം വാങ്ങി ഈ ക്ഷേത്രം പണിതു, കൊടിമരം പണിതു. ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ 3 വർഷമായി നല്ല രീതിയിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിന് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ക്ഷേത്രത്തിന് ഒട്ടനവധി പുരോഗമനങ്ങൾ ഉണ്ടാകും. നാട്ടുകാരുടെ സഹകരണമുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാ മതസ്ഥരും സഹകരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പം ഈ ഉത്സവത്തിന് തന്നെ മറ്റുള്ള മതക്കാർ ജലം തരുന്നവരുണ്ട്, മറ്റ് രീതിയിൽ അവരുടെ ശരീരം കൊണ്ട് സഹകരിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഈ ജാതിമത ഭേദമന്യേ എല്ലാ ജാതി മതസ്ഥരും ഇതിനകത്ത് കൂടി നടക്കുന്ന ഒരു ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ വനദുർഗയാണ്, അതായത് ചക്കുളത്തുകാവിലമ്മ വനദുർഗയാണ് പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഗണപതി ഭഗവാനെ കൂടാതെ അംഗഗണപതി, നാഗരാജാവ്, ധർമ്മശാസ്താവ് എന്നിങ്ങനെയുള്ള പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഈ നാട് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. അത് ഈ ദേവിയുടെ അനുഗ്രഹമാണ് എന്ന് കരുതുന്നു. പരച്ചവട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ 4ാമത് ഉത്സവമാണ് ഇത്തവണ നടക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്ന വളരെയധികം
പുരാതന കാലം, അതായത് ഒരു എൻ്റെ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ 10-50 വർഷം മുൻപ് തൊട്ട് ഒരു കാവായിട്ട് നിൽക്കുകയും ഈ പ്രദേശത്തിലുള്ള കുടുംബക്കാർ വെച്ച് ആരാധിച്ച് പോരുകയും തുടർന്നങ്ങോട്ട് ഒരു 10-20 വർഷം മുൻപ് ഇവിടുത്തെ കരയോഗമതയായി മാറുകയും ക്ഷേത്രം കരയോഗത്തിന് കീഴിൽ വരികയും തുടർന്ന് എല്ലാ ഭക്തജനങ്ങളുടെയും കരയോഗങ്ങളുടെയും എല്ലാം നിർലോഭമായ സഹായ സഹകരണങ്ങളുടെ ഫലമായി ഈ ക്ഷേത്രം ഇങ്ങനെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പിന്നീട് കോവിഡ് കാലത്ത് ക്ഷേത്രത്തിൻ്റെ 1-ാം ഉത്സവം വന്നപ്പോൾ ആ കോവിഡിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അതിനുള്ള തടസ്സങ്ങളുണ്ടായപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രദേശത്ത് ഏത് ക്ഷേത്രങ്ങൾ ഉത്സവം നടക്കുന്നതിന് മുൻപ് തന്നെ ആദ്യമായി ക്ഷേത്രോത്സവം നടന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിലാണ്. അന്ന് സപ്താഹത്തോട് തുടങ്ങുകയും തുടർന്ന് അങ്ങോട്ട് 1, 2, 3, 4 തവണത്തെ സപ്താഹവും തിരുവാറാട്ടുമാണ് ഇത്തവണ നടക്കുന്നത്. മെയ് 12 ആറാട്ടോടുകൂടി ഈ ക്ഷേത്രോത്സവം ഇവിടെ സമാപിക്കുകയാണ്. ഒപ്പം തന്നെ ഇതുവരെ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളുടെയും തുടർന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പലദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ പലദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നിന്നെ നലമോടു കാൺമതിന്നു കളിയ